നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി UDF. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പാലക്കാട്ട് പ്രവർത്തക യോഗം. നഗരസഭാ ഭരണം BJPയിൽ നിന്ന് തിരിച്ചുപിടിക്കുക മുഖ്യ ലക്ഷ്യമെന്ന് മുന്നണി നേതാക്കൾ. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ജില്ലയിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും UDFന് അധികാരത്തിലെത്താൻ കഴിയുമെന്ന് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. വാടനംകുറിശ്ശിയിൽ യാത്രാ ദുരിതം തുടരും. ROB സർവീസ് റോഡുകളുടെ നിർമ്മാണം പാതിവഴിയിൽ. 10 നാൾ കൂടി ഗതാഗത നിരോധനം. കനത്ത മഴയിൽ ഗ്രാമീണ റോഡുകൾ തകർച്ചയിൽ. പൂർണ്ണ തകർച്ചയിലായ ലക്കിടി ഗുരുതിയാംപറമ്പ് റോഡിൽ വാഴനട്ട് വെൽഫെയർ പാർട്ടി. വയോധികയുടെ പരാതിയിൽ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചില്ല. ഷൊർണൂരിൽ വയോധികയും മകളും താമസിക്കുന്ന വീടിനോട് ചേർന്നുള്ള പാർശ്വഭിത്തികൾ 15 അടി താഴ്ചയിലേക്ക് ഇടിഞ്ഞിറങ്ങി. തൊട്ടടുത്ത സ്വകാര്യ സ്ഥലത്തെ മണ്ണെടുപ്പും പാറപൊട്ടിക്കലും വീടിന് ഭീഷണിയെന്ന് കാണിച്ച് വയോധിക റവന്യൂ അധികാരികൾക്ക് പരാതി നൽകിയത് 1 വർഷം മുമ്പ്. വീടിന്റെ നിലനിൽപ്പും ഭീഷണിയിൽ. സർക്കാർ നേട്ടങ്ങൾ സ്വന്തം പോക്കറ്റിലാക്കുന്ന CPM ശൈലിക്കെതിരെ CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. സർക്കാർ നയങ്ങൾ കർഷകരെയും ജീവനക്കാരെയും ശത്രുപക്ഷത്താക്കുന്നു. സമരങ്ങളോടുള്ള സർക്കാർ സമീപനത്തിൽ മാറ്റമുണ്ടാകണമെന്നും പ്രതിനിധികൾ. ദേശീയപാത തകർച്ചയ്ക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. കുഴി പ്രശ്നത്തിൽ PWD NH വ്യത്യാസമില്ലാതെ പ്രതിഷേധിക്കും. തൃശൂർ കോർപ്പറേഷൻ റോഡിലെ കുഴികൾ അടച്ചില്ലെങ്കിൽ മേയറെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും B. ഗോപാലകൃഷ്ണൻ. രാമായണ മാസാചരണ പരിപാടികൾ തുടരുന്നു. രാമായണ പുണ്യം ചൊരിഞ്ഞ് ക്ഷേത്രങ്ങളിൽ വിശേഷ പരിപാടികൾ. ഷൊർണൂർ മഞ്ഞക്കാട് ബലഭദ്രദേവി ക്ഷേത്രത്തിലെ ആനയൂട്ട് ഭക്തി നിർഭരമായി. പരുത്തിപ്പറ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിശേഷ പരിപാടികൾ തുടരുന്നു. വാർത്തകൾ വിശദമായി. UDF തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. പാലക്കാട് ജില്ലയിൽ മുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം തുടങ്ങി. പാലക്കാട് നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കുക എന്നതാണ് UDFന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ജില്ലയിൽ പരമാവധി തദ്ദേശ സ്ഥാപനങ്ങളിലും അധികാരം ഉറപ്പാക്കാമെന്ന് പാലക്കാട് UDF യോഗം ഉദ്ഘാടനം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെയും പാലക്കാട്ടെ BJPയുടെ നഗരസഭാ ഭരണത്തിനെതിരെയും വിധിയെഴുതാൻ കാത്തിരിക്കുന്നവരാണ് വോട്ടർമാരെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. ജനമനസ്സറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാനുള്ള മാർഗം. സംസ്ഥാന സർക്കാരിൻ്റെയും നഗരസഭാ ഭരണാധികാരികളുടെയും കെടുകാര്യസ്ഥതയും വീഴ്ചയും ജനങ്ങളിൽ എത്തിക്കണം. CPMനോടും BJPയോടും വിയോജിപ്പുള്ളവരെ ചേർത്ത് നിർത്താൻ കഴിയണം. 23-ന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി വാർഡ് തല പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പാലക്കാട് മുനിസിപ്പാലിറ്റി ജനം മടുത്തു. 10 വർഷക്കാലമായിട്ടുള്ള ഒരു ഭരണസമിതി. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഭരണസമിതി നിർമ്മിച്ച ഒരു നിർമ്മാണമാണിത് എന്ന് പറയാവുന്ന ഒരു കെട്ടിടം കാണിച്ചു പറ്റുമോ? ഇവർ തന്നെ തമാശയായിട്ട് പറയും 52 കൗൺസിലർമാരുടെ പേര് എഴുതി വെച്ചേക്കുന്ന ഏക ഒരു മൂത്രപ്പുരയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. ഏക സ്ഥാപനം മൂത്രപ്പുരയിലാണ് 52 കൗൺസിലർമാരുടെ പേര് എഴുതി വെച്ചത്. മൂത്രപ്പുര നല്ലതാണ്. മൂത്രപ്പുര മാത്രമേ ഒരൊറ്റ മൂത്രപ്പുര മാത്രമേ ഈ ഭരണസമിതിയുടെ കാലത്ത് ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പാലക്കാട് പോലെ പാലക്കാട് എന്ത് വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ വളർച്ചയുടെ വലിപ്പം നിങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഞാനാണെങ്കിൽ ഇവിടെ ഒരു വീടും സ്ഥലവും കുറേ 5 ലക്ഷത്തിൽ താഴെ തമിഴ് വസ്തുക്കൾ എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. വിൽക്കാൻ പോകുന്നത് വാങ്ങാൻ പോകുന്നവർക്കും സന്തോഷമുണ്ട്. എന്താ തെളിയിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു. എറണാകുളം നഗരത്തിലെ വസ്തുവിന്റെ മാർക്കറ്റ് കുറയുന്നു. എറണാകുളത്ത് വസ്തുവിന്റെ മാർക്കറ്റ് കുറയുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ റിയൽ ആളുകളുടെ ചോയ്സ് പാലക്കാട് ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഇവിടത്തേക്ക് പുതിയ എത്ര പ്രോജക്റ്റുകളാണ് വില്ലാ പ്രോജക്റ്റുകളും. UDF മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ A. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം MM ഹമീദ്, പാലക്കാട് നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം സെക്രട്ടറി സെയ്ദ് മീരാൻ ബാബു, VH അഷറഫ്, K. നാരായണൻ, കൃഷ്ണൻ, PH മുസ്തഫ, C. കിദർ മുഹമ്മദ്, മാധവ വാര്യർ, V. മോഹനൻ, ഹരിദാസ് മച്ചിങ്ങൽ, പ്രഫുൽകുമാർ, സേവിയർ, രമേശ് പുത്തൂർ, SM താഹ, അനിൽ ബാലൻ, ആസിഫ് കള്ളിക്കാട്,
KP ഹസ്സനുപ്പ, ശൈലജ, ശാന്തി നടരാജൻ, പുഷ്പവല്ലി നമ്പ്യാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദുരിതയാത്ര ഇനിയും തുടരും. വടനംകുറിശി റെയിൽവേ മേൽപ്പാലത്തിന്റെ സർവീസ് പാത നിർമ്മാണത്തിനായി പ്രദേശത്ത് പാത അടച്ചിടൽ 10 ദിവസം കൂടി തുടരാൻ തീരുമാനം. കട്ടവിരിക്കൽ അടക്കമുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് ഇത്. നിലവിൽ യാത്രക്കാരുടെ ദുരിതയാത്ര തുടരുകയാണ്. വാടനാംകുറിശി പ്രദേശത്തെ യാത്രക്കാരുടെ ദുരിതയാത്ര ഇനിയും തുടരും. വാടനാംകുറിശി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ സർവീസ് റോഡ് നിർമ്മാണത്തിനായി പ്രദേശത്തെ പാത അടച്ചിടൽ 10 ദിവസം കൂടി തുടരാനാണ് തീരുമാനം. ഈ മാസം 11-ന് തുടങ്ങി വച്ച പ്രവൃത്തികൾ ഇനിയും പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണിത്. 10 ദിവസം പാത അടച്ചിട്ട് പ്രവൃത്തികൾ പൂർത്തിയാക്കാനായിരുന്നു നേരത്തെ തീരുമാനം. 20-ന് ഞായറാഴ്ച 10 ദിവസം പൂർത്തിയാകാനിരിക്കെ പ്രവൃത്തികൾ എങ്ങുമെത്തിയില്ല. അപ്രോച്ച് റോഡ്, കോൺക്രീറ്റ് വാളിൻ്റെ പ്രവർത്തനങ്ങളും സർവീസ് റോഡിൻ്റെ പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവൃത്തികളുടെ ഭാഗമായി റെയിൽവേ ഗേറ്റ് പരിസരത്തും അപ്രോച്ച് റോഡിൻ്റെ ഒരു വശത്തും പാത അടച്ചിട്ടിരിക്കുകയാണ്. ഇതുവരെ മാത്രം സ്വകാര്യ ബസ്സുകൾ എത്തി പിന്നീട് യാത്രക്കാരെ കയറ്റി പോകുന്ന സ്ഥിതിയാണിവിടെ. യാത്രക്കാർക്ക് ഇറങ്ങി നടക്കേണ്ട അവസ്ഥയാണ്. ഇതാകട്ടെ യാത്രക്കാർക്ക് പ്രയാസവുമാണ്. പാത നിരപ്പാക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഇവ പൂർത്തിയായതിനു ശേഷമേ കട്ടവിരിക്കൽ പ്രവൃത്തികൾ ആരംഭിക്കാനാവുകയുള്ളൂ. ബൈക്കുകളെ മാത്രം കടത്തിവിടുന്നുണ്ട്. ബൈക്ക് യാത്രക്കാരുടെയും യാത്ര ദുരിതമാണ്. എത്രയും വേഗം പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സർക്കാർ നേട്ടങ്ങൾ സ്വന്തം പോക്കറ്റിലാക്കുന്ന CPM ശൈലിക്കെതിരെ CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. കർഷകരെയും ജീവനക്കാരെയും ശത്രുപക്ഷത്താക്കുന്നതാണ് സർക്കാർ നയങ്ങളെന്നും വിമർശനമുണ്ടായി. സമരങ്ങളോടുള്ള സർക്കാർ സമീപനത്തിൽ മാറ്റമുണ്ടാകണമെന്നും ചർച്ചയ്ക്കിടെ പ്രതിനിധികൾ. നെല്ല് സംഭരണം, വിലവിതരണം, വന്യജീവി ആക്രമണം, കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യ ലഭ്യതയില്ലായ്മ, കർഷകർക്കുള്ള പ്രോത്സാഹന വില കുറച്ചത്, നെല്ല് സംഭരണ വിഷയത്തിൽ BJPയുടെ കടന്നുകയറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ആശങ്ക അറിയിക്കുന്നതാണ് CPI ജില്ലാ സമ്മേളന റിപ്പോർട്ട്. സാമൂഹിക പ്രതീക്ഷയ്ക്കൊത്തുയരാത്ത രണ്ടാം ഇടതു സർക്കാർ CPI ഭരിക്കുന്ന വകുപ്പുകളിൽ സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിനിധികൾ തുറന്നടിച്ചു. CPI മന്ത്രിമാർ സ്വന്തം വകുപ്പുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി ഗൗരവത്തോടെ വിഷയങ്ങളെ സമീപിക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. വിവിധ മേഖലയിലുള്ളവർക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. വൈദ്യുതി, പൊതുമരാമത്ത് വകുപ്പുകളിൽ അടിക്കടി ഉണ്ടാകുന്ന വിവാദങ്ങൾ ആശ്വാസകരമല്ല. കേരളത്തോടുള്ള കേന്ദ്ര അവഗണന തുറന്നു കാണിക്കുന്നതിൽ സർക്കാർ പരാജയമാണ്. തിരുത്തപ്പെടേണ്ട വിഷയങ്ങളിലെ അറിയിപ്പുകളെയും വിമർശനങ്ങളെയും അവജ്ഞയോടെ കാണുന്നത് പ്രത്യാഘാതമുണ്ടാക്കും. 5 ലക്ഷം സർക്കാർ ജീവനക്കാർ എതിരായാൽ 5 ലക്ഷം കുടുംബങ്ങൾ എതിരാവുമെന്ന സത്യം തിരിച്ചറിയണം. CPMൻ്റെ കാൽച്ചുവട്ടിൽ നിൽക്കേണ്ട പ്രസ്ഥാനമല്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ള പ്രസ്ഥാനമാണ് CPI. വിഭാഗീയത കൊണ്ടു നടക്കുന്നവരോട് നേതൃത്വം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവരുതെന്നും ചർച്ചയിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയപാത തകർച്ചയ്ക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. കുഴിയുടെ കാര്യത്തിൽ PWD NH വ്യത്യാസമില്ലാതെ പ്രതിഷേധിക്കും. തൃശൂർ കോർപ്പറേഷൻ റോഡിലെ കുഴികൾ അടച്ചില്ലെങ്കിൽ മേയറെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. കുഴി വിഷയത്തിൽ തിങ്കളാഴ്ച കോർപ്പറേഷനിലെ 100 കേന്ദ്രങ്ങളിൽ BJP സമരം നടത്തുമെന്നും B. ഗോപാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയപാതയിലെ കുഴി ഉണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സമരം BJP സമർപ്പിക്കും. ദേശീയപാതയിലെ കുഴിയിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദേശീയപാത പണിയാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്ത കമ്പനിയെ ഞങ്ങൾ കരിമ്പട്ടികയിൽ തള്ളി അവരെ ഒഴിവാക്കി. മാസങ്ങളായിട്ട് ദേശീയപാത ബ്ലോക്കാണ്, കുഴികളാണ്. നിങ്ങൾക്ക് ഇപ്പോഴും അവിടെ കുഴിയുടെ മനസ്സിലായിട്ടില്ല. ഞങ്ങൾ അവിടെ സമരം ചെയ്യുന്നുണ്ടല്ലോ. എവിടെ ചെയ്തു? ഒരു കാര്യം ചെയ്തു, ദേശീയപാതകൾ എവിടെ കുഴി കാണിച്ചു? നിങ്ങൾ ദേശീയപാതയില് എവിടെ കുഴിയുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു റോഡിൽ എവിടെ കുഴിയുണ്ടെങ്കിൽ, ദേശീയപാത വീടുപടി പാത ഇവിടുത്തെ കുഴി ഞങ്ങൾ സമരം, അവിടുത്തെ കുഴി സമരം, അങ്ങനെ ഒന്നുമില്ല. ദേശീയപാത കുഴി സമരം ചെയ്യും. ആരും ആവശ്യമില്ല. അല്ല, അത് ഞങ്ങൾ തീരുമാനിച്ചു പറയാം.
9 വയസ്സായ വിദ്യാർത്ഥിക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടും സ്കൂൾ അധികൃതർ ചികിത്സ നിഷേധിച്ചതായി പരാതി. വെട്ടിക്കാട്ടിരി SNLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷാമിൽ സുനിൽ എന്ന കുട്ടി ജൂൺ 11 ഉച്ചയോടെ ക്ലാസ് റൂമിൽ വഴുതി വീഴുകയും മുൻഭാഗത്തെ 2 പല്ലുകൾ പൂർണ്ണമായും നഷ്ടപ്പെടുകയും മറ്റ് പല്ലുകൾക്ക് പൂർണ്ണമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. സംഭവത്തിൽ വിദ്യാർത്ഥിക്ക് ചികിത്സ നൽകാതെ മണിക്കൂറുകളോളം വൈകിച്ചതായും പരാതിയുണ്ട്. സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷാമിൽ സുനിൽ ജൂൺ 11 ഉച്ചയോടെ വഴുതി വീഴുകയും വീഴ്ചയിൽ കുട്ടിയുടെ മുൻഭാഗത്തെ 2 പല്ലുകൾ പൂർണ്ണമായി നഷ്ടപ്പെടുകയും മറ്റ് പല്ലുകൾക്ക് പൂർണ്ണമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഭവത്തിൽ വിദ്യാർത്ഥിക്ക് ചികിത്സ നൽകാതെ മണിക്കൂറുകളോളം വൈകിപ്പിച്ചതായാണ് പരാതി. അപകട വിവരം അറിഞ്ഞെത്തിയ രക്ഷിതാക്കൾ എത്തിയതിനു ശേഷമാണ് വിദ്യാർത്ഥിയെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചതെന്നും അപകട വിവരം പോലീസിലോ മറ്റ് അധികൃതർക്ക് നൽകരുതെന്നും വിദ്യാർത്ഥിക്ക് ആവശ്യമായ ചികിത്സ നൽകാമെന്നും സ്കൂൾ അധികൃതർ രക്ഷിതാക്കൾക്ക് ഉറപ്പു നൽകിയതുമായിരുന്നത്രേ. മോന് വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ കണ്ടത് അവിടെ. അതിനുശേഷം എന്താ ഉണ്ടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് റൂമിലേക്ക് ചെന്നു നോക്കുമ്പോൾ അവിടെ കുട്ടി വീണ് കിടന്ന സ്ഥലത്ത് ബ്ലഡൊക്കെ കിടക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ റൂമിലേക്ക് കടന്നപ്പോൾ തന്നെ എൻ്റെ കാല് സ്ലിപ്പായി വീഴാൻ പോയി. അതെന്താ കാരണം വെച്ചാൽ ആ റൂമിൽ വെള്ളം ഉണ്ടായിരുന്നു. ഈ ന്യൂനമർദ്ദമൊക്കെ നിന്ന് ഒരു 5-6 ദിവസം ഒരുമിച്ച് മഴ പെയ്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ ബിൽഡിങ്ങിൻ്റെ തറ ചെറിയ ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അടിയിൽ നിന്ന് ഈർപ്പം കയറിയിട്ടും മേലെ നിന്ന് ഓട് പൊട്ടിയിട്ട് 2 സ്ഥലത്ത് നിന്ന് വെള്ളം ഇതായിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിൻ്റെ അവിടെയാണ് കുട്ടി വഴുക്കി വീണിരിക്കുന്നത്. പിന്നെ അന്ന് ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും, പോലീസിൽ ഇത് ഇങ്ങനെ എന്തായാലും ഇത് കംപ്ലൈൻറ്റ് ചെയ്യുന്നൊക്കെ ഇത് വന്നപ്പോൾ അവർ HM അടുത്ത് കൈകൂപ്പിയിട്ട് പറഞ്ഞു 8-10 ടീച്ചർമാരുടെ ജീവിതം ഇല്ലാണ്ടാക്കരുത്, പിന്നെ 100-200 കുട്ടികൾ പഠിക്കുന്നതാണ്, അവരുടെ ഭാവി ഇല്ലാണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഇത് നടപടി പോയി കഴിഞ്ഞാൽ മേലെ നിന്നുള്ള നടപടി വന്നു കഴിഞ്ഞാൽ സ്കൂൾ അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥ വരുന്നൊക്കെയാണ് അവർ പറഞ്ഞത്. കുട്ടിയുടെ ചികിത്സയ്ക്ക് 1,70,000 രൂപ ചിലവ് വരുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചപ്പോൾ സ്കൂൾ അധികൃതരും തുടർ ചികിത്സ നൽകില്ലെന്നും ആവശ്യമെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സ നടത്തണമെന്നും പറഞ്ഞതായി രക്ഷിതാക്കൾ ആരോപിക്കുന്നു. അപകടം പറ്റിയ കുട്ടിയെ കാണാൻ എത്തിയ രക്ഷിതാക്കൾക്ക് മുന്നിൽ തങ്ങളുടെ കുട്ടിക്ക് മാറാരോഗമാണെന്നും ഇടയ്ക്കിടെ കുട്ടി തലചുറ്റി വീഴാറുണ്ടെന്നും പറഞ്ഞ് രക്ഷിതാക്കളെ സങ്കടപ്പെടുത്തിയതായും ഇവർ ആരോപിച്ചു. എന്നാൽ തങ്ങളുടെ മകന് ഇതുവരെ യാതൊരുവിധ അസുഖവും ഉണ്ടായിരുന്നില്ല എന്നും ശക്തമായ മഴയിൽ ക്ലാസ് റൂമിൽ തളം കെട്ടി നിന്ന വെള്ളത്തിൽ ചവിട്ടിയാണ് വിദ്യാർത്ഥി വീണതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. 4 അടിയിലത്തെ 4 പല്ലാണ് റൂട്ട് കനാൽ ചെയ്യേണ്ടത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള പല്ലുകളെയും കൂടി ബാധിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചോദിക്കാനായിട്ട് ക്ലിനിക്കിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ വിവരം പറഞ്ഞ് ടീച്ചറാണ് വിളിച്ചപ്പോൾ ടീച്ചർ ഫോൺ എടുത്തില്ല, മെസ്സേജിനൊന്നും റിപ്ലൈ ആവുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരിട്ട് പോയി ചോദിക്കാൻ പോയപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ ടീച്ചർമാരാണ് പറഞ്ഞ കുട്ടി ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന കുട്ടിയാണ്, അങ്ങനെ അഭിനയിച്ച് കിടക്കുന്ന കുട്ടിയാണ്, അങ്ങനെയാണ് പിന്നെന്താ എപ്പോഴും വയ്യ എന്ന് പറയുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കുട്ടീനെ ഒരു സ്ഥിരം നിത്യരോഗി പോലെ ആക്കിയിട്ട് ചിത്രീകരിച്ചു. ഒരു വട്ടം അവൻ വയ്യാതായിട്ടുണ്ട്, ഇൻഫെക്ഷനായിട്ട്, മൂത്രത്തിൽ ഇൻഫെക്ഷനായിട്ട്, വയറുവേദന എന്ന് പറഞ്ഞിട്ട് അവൻ കിടന്നിട്ടുണ്ട് ക്ലാസ്സിൽ. കൂലിപ്പണിക്കാരനായ വെട്ടിക്കാട്ടിരി താഴപ്ര വെള്ളൂർ വീട്ടിൽ സുനിലിൻ്റെയും ഷമിതയുടെയും 3 മക്കളിൽ ഇളയവനാണ് ഷാമിൽ. തൻ്റെ കുട്ടിക്ക് 1 മാസത്തിലേറെയായി വെറും ജ്യൂസ് മാത്രം കഴിക്കാവുന്ന അവസ്ഥയിലാണെന്നും തങ്ങളുടെ മകന് നല്ല ചികിത്സ നൽകാൻ നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലെ 6ാം വാർഡിൽ ഗുരുദിയാംപറമ്പ് കോളനി റോഡ് ചളി നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പത്തിരിപ്പാല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചളിയിൽ വാഴനട്ട് പ്രതിഷേധിച്ചു. തുടർന്ന് പഞ്ചായത്ത് അധികൃതരെ അറിയിക്കുന്നതിനു വേണ്ടി ഒപ്പ് ശേഖരിക്കുകയും ചെയ്തു. കോളനിക്കകത്തെ റോഡ് ചളി നിറഞ്ഞതോടെ വിദ്യാർത്ഥികളും മുതിർന്നവരും സഞ്ചരിക്കാൻ കഴിയാതെ ഏറെ വിഷമത്തിലാണ്. വീടിനകത്തും മുറ്റത്തും ചളി കയറുന്നതും ദുരിതമായി. കൂടാതെ ചളി നിറഞ്ഞതോടെ കൊതുക് ശല്യവും ഏറെയാണത്രേ. ചളിയിലൂടെ നടക്കുന്നതിനാൽ വിദ്യാർത്ഥികളുടെ കാലടക്കം വ്രണം ഉണ്ടായതായി വീട്ടമ്മമാർ പരാതിപ്പെട്ടു. ഒരു വഴിയില്ല, ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ കൂടെ പോകുന്നത്. പക്ഷെ അപ്പുറത്തെ വീട്ടിൽ പോരെ എത്ര കാലം വരെ ഞങ്ങൾ പോകും. ഈ റോഡ് ഇങ്ങനെ ആയാലും എന്റെ കുട്ടികൾക്ക് കാലിലൊക്കെ മുറി വരികയാണ്, പുണ്ണ് വരികയാണ്, കൊപ്പളം എന്തൊക്കെ വരുന്നതെന്ന് അറിയാം. ഇവിടെ ഇരിക്കാൻ പറ്റണില്ല കുട്ടികൾക്ക്. കൊതു വരുന്നുണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ. ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ കൂടെ പോണത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് കാണിച്ചു തന്നാണ്. പലതവണ പരാതിപ്പെട്ടിട്ടും ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. ആരോഗ്യവകുപ്പും ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. പ്രദേശത്തുകാരുടെ ദുരിതം കണ്ടാണ് വെൽഫെയർ പാർട്ടി വാഴ വെച്ച് പ്രതിഷേധിച്ചത്. പരിഹാരം വരെ പ്രതിഷേധങ്ങൾ. ഇൻക്ലാബ് സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്. എന്താ കാട്ടുന്നത്? ആരും ഒന്നും പറഞ്ഞാൽ കേൾക്കണില്ലല്ലോ. നടക്കാൻ പറ്റില്ല. കാലൊക്കെ അളിഞ്ഞു. റോഡ് ഇങ്ങനെ നിലയിലായിട്ട്
കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാനോ യാതൊരു മാർഗവുമില്ല. രോഗികൾക്ക് വണ്ടി വരുന്നില്ല, ഏത് വണ്ടി വിളിച്ചാലും വരുന്നില്ല. ചളി കാരണം വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിത് സഹിക്കുന്നത്. ഇനി ഇതിലൊരു പരിഹാരം കണ്ടെത്താൻ ദയവായി ഞങ്ങൾ ഗവൺമെന്റിനോട് അപേക്ഷിക്കുന്നു. പഞ്ചായത്ത് അധികൃതർ ഉടൻ നടപടിയെടുക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഗുരുതിയമ്പറമ്പിലെ റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതിലൂടെ നടക്കാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ഒന്നും കഴിയുന്നില്ല. വല്ലാത്ത ഒരു ദുരിതമാണ് ഇവർ അനുഭവിക്കുന്നത്. വാർഡ് മെമ്പറിനോടും മറ്റുള്ള അധികൃതരിനോടൊക്കെ ഒരുപാട് പ്രാവശ്യം ഇവർ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതുവരെ അതിനൊരു പരിഹാരം ചെയ്തിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് ഇവർക്ക് ഈ റോഡ് ഉപയോഗിക്കുന്ന രീതിയിൽ വൃത്തിയാക്കി കൊടുക്കണം. ഇത് ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരണം. അല്ലെങ്കിൽ ഇതിലൊക്കെ കൊതുകളും മറ്റുള്ളതൊക്കെ കൂട് കിട്ടിയിട്ട് 4 പുറം ജനങ്ങളെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഇതിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. പഞ്ചായത്ത് വീടാന്തരം കയറിയിട്ട് അവർ കൊതുവിനെതിരായിട്ടുള്ള യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ സ്വന്തം റോട്ടിൽ പഞ്ചായത്തിൻ്റെ വകയല്ല, ഈ റോട്ടിലാണ് ഈ കൊതുകളുടെ എല്ലാ ശല്യവും കുട്ടികൾക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയുള്ളത്. എത്രയും പെട്ടെന്ന് യൂണിറ്റ് പ്രസിഡന്റ് ഉമ്മർ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ഷംസുദ്ദീൻ മാളികൽ, നാസർ, റസാഖ്, യൂനസ്, കോളനിവാസികളായ സീനത്ത്, സുഹറ, കമൽ ലൈല, ഉമ്മുത്താത്ത, ഖദീജ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി അനസ് സക്കീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിൽ വയോധികയുടെ വീടിനോട് ചേർന്നുള്ള പാർശ്വഭിത്തികൾ 15 അടിയോളം താഴ്ചയിലേക്ക് ഇടിഞ്ഞിറങ്ങി. ഭിത്തിക്ക് സമീപം സ്വകാര്യ വ്യക്തി മണ്ണിളക്കി ചാലുകീറുന്നത് തടയണമെന്ന് അഭ്യർത്ഥിച്ച് 1 വർഷം മുൻപ് റവന്യൂ അധികാരികൾക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ നടപടിയുണ്ടായിരുന്നില്ല. ഇതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും പരാതി. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് ഷൊർണൂർ ചുടുവാലത്തൂരിൽ പറക്കോട്ടുകളത്തിൽ 60 വയസ്സുള്ള ജാനകിയുടെ വീടിനോട് ചേർന്നുള്ള പാർശ്വഭിത്തികൾ 15 അടിയോളം താഴ്ചയിലേക്ക് ഇടിഞ്ഞിറങ്ങിയത്. 60 വയസ്സുള്ള ജാനകിയും ഏക മകളുമാണ് ഇവിടെ താമസം. ശക്തമായ മഴ തുടർന്നാൽ വീടിന്റെ അടിത്തറ ഉൾപ്പെടെ ഇടിഞ്ഞിറങ്ങുന്ന അവസ്ഥയാണിവിടെ. വീടിനോട് ചേർന്ന കരിങ്കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കി അതിനു മുകളിൽ സിമന്റ് കട്ടകൾ കൊണ്ട് കെട്ടിയ പാർശ്വഭിത്തിയാണ് പൂർണ്ണമായും ഇടിഞ്ഞിറങ്ങിയത്. 15 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വീടിന്റെ തറയോട് ചേർന്ന ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞിറങ്ങിയതോടെ വീട്ടുകാരോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നഗരസഭ അധികാരികൾ. എന്നാൽ ഈ വീട് വിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന ആശങ്കയിലാണിവർ. ഇവരുടെ ഉടമസ്ഥതയിലുള്ള 4.5 സെന്റ് സ്ഥലത്തോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. 1 വർഷം മുമ്പ് ഈ സ്ഥലത്താണ് സ്വകാര്യ വ്യക്തി മണ്ണിളക്കി ചാലുകീറിയത്. മണ്ണെടുപ്പ് വിനയായത് ഈ കുടുംബത്തിനാണ്. കരിങ്കല്ല് പടവുകൾക്ക് താഴെയുണ്ടായിരുന്ന വലിയ പാറക്കല്ലുകൾ ഡ്രില്ലർ മെഷീൻ ഉപയോഗിച്ച് പൊട്ടിച്ചെടുക്കുമ്പോഴാണ് റവന്യൂ അധികൃതർക്കും നഗരസഭയ്ക്കും ജാനകി പരാതി നൽകിയത്. വില്ലേജ് ഓഫീസർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. തഹസിൽദാരും അന്വേഷിച്ചതുപോലുമില്ലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. പാറ പൂർണ്ണമായി പൊട്ടിച്ചെടുത്തപ്പോൾ പാറയോട് ചേർന്ന് കിട്ടിയ ജാനകിയുടെ വീടിൻ്റെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും ഇടിയുകയാണുണ്ടായത്. മഴ തുടർന്നാൽ വീടിന്റെ ഒരു ഭാഗം ഇടിയുമെന്ന അവസ്ഥയാണിപ്പോൾ. ഇതെന്റെ പ്രോപ്പർട്ടിയാണ്. 4.5 സെന്റ് സ്ഥലമുള്ളൂ. ഞാനിതിന്റെ സൈഡിൽ കൂടെ എന്താ മതിൽ കെട്ടിയിട്ടുണ്ട്. ഈ മതിൽ കെട്ടിയതിന്റെ താഴത്ത് പള്ളിയിലെ കൃഷ്ണകുമാറിന്റെ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിയിൽ എൻ്റെ മതിലും പിന്നെ അവൻ അതിൻ്റെ താഴെ കൂടെ ഒരു വെള്ളച്ചാല് പുതിയതായിട്ട് ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയിൽ ഒരൊറ്റ ഭിത്തിയെ കെട്ടിയിട്ടുള്ളൂ. ആ ഒറ്റ ഭിത്തിയുടെ എൻ്റെ മതിലിൻ്റെ ഇടയിൽ കൂടെയാണ് അവൻ ചാലിട്ടിരുന്നത്. ആ ചാലിൻ്റെ ഇടയിൽ ഒരു പാറക്കല്ലുണ്ടായിരുന്നു. അത് അവൻ കംപ്രസർ കൊണ്ടുവന്നിട്ട് JCB കൊണ്ടുവന്നിട്ട് കുറേ തിക്കി നോക്കാൻ നോക്കി, കിട്ടിയില്ല. അപ്പോൾ കംപ്രസർ കൊണ്ടുവന്നിട്ട് അവൻ അത് പൊട്ടിച്ചെടുത്തു. ആ പൊട്ടിച്ചെടുത്താലാണ് ഈ മതിൽ ഇതേമാതിരി ഇങ്ങനെ ആയി. എപ്പോഴാണ് പൊട്ടിച്ചെടുത്തത്? കഴിഞ്ഞ 24 മാസത്തിലാണ്. ഡേറ്റ് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ഞാൻ മുനിസിപ്പാലിറ്റിക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു. അവരത് നേരെ വില്ലേജിലേക്ക് വിട്ടു. വില്ലേജിൽ നിന്ന് ഇതിന്ന് വീണ്ടും ഒരു അന്വേഷണം വേണം, അവിടെ ചാലുണ്ടോയെന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അവർക്ക് അവിടെ ചാലുണ്ടോയെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൊടുത്തത്. എൻ്റെ പ്രോപ്പർട്ടിക്ക് കേടുവരും, അതുകൊണ്ട് അതൊന്ന് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുനിസിപ്പാലിറ്റിയിലും സമീപിച്ചത്, വില്ലേജിനും സമീപിച്ചത്. പക്ഷേ ഇത് രണ്ടും അവരിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ സ്ഥലത്തിൻ്റെ മുതലുടമ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഏകതർക്കമാക്കി മാറ്റിയിട്ട് എനിക്ക് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നു. എന്നിട്ട് ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലെറ്ററിനും എനിക്ക് യാതൊരു മറുപടിയും വന്നില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയുടെ ദുരിതമാണ് വയോധികയും കുടുംബവും
അനുഭവിക്കേണ്ടി വരുന്നതെന്ന് നഗരസഭാ കൗൺസിലർ പ്രസാദ് പറഞ്ഞു. ഈ 1.5 വർഷക്കാലമായിട്ടും ഇതിനെതിരെ എന്താണ് നിങ്ങളുടെ പരാതിയെന്നോ അതിനെന്ത് നടപടി സ്വീകരിച്ചെന്നോ ഇവരോടും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു പ്രക്രിയകളും നടന്നിട്ടില്ല. അപ്പോൾ വലിയൊരു ഉദ്യോഗസ്ഥത്തിലുള്ള വലിയൊരു വീഴ്ച ഈ പരാതിക്കാർക്ക് എതിരായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഈ മതിൽ വീഴുന്ന സമയത്തും നമ്മൾ വില്ലേജ് ഓഫീസ്, നഗരസഭ, തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയിപ്പ് കൊടുത്തപ്പോൾ അവർ തിങ്കളാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ വന്നിട്ട് അത് പരിശോധിക്കാമെന്നുള്ള തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ളൊരു സമീപനമാണ് ഇന്നലെ അവരുടെ ഭാഗത്തുണ്ടായത്. പിന്നീട് അവരോട് കുറച്ച് ശബ്ദിച്ച് സംസാരിച്ചപ്പോഴാണ് അവർ വില്ലേജ് ഓഫീസറും നഗരസഭയിലുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ വന്നിട്ടുള്ളത്. ഇത് തികച്ചും ഇവർക്കൊരു നീതി നിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ മോശമായിരിക്കുമെന്ന് അറിയിക്കുകയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ കോങ്ങാട് മേഖലാ സമ്മേളനം കോങ്ങാട്ടിൽ സംഘടിപ്പിച്ചു. ക്ഷേമനിധി അംഗങ്ങളുടെ കുടിശ്ശിക, പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപേ വിതരണം ചെയ്യണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് P. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ക്ഷേമനിധിയിൽ 17ഓളം ആനുകൂല്യങ്ങളുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, 17ഓളം ആനുകൂല്യങ്ങൾ ക്ഷേമനിധി ഇന്ന് കൊടുത്തുകൊണ്ടുവരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പെൻഷൻ തന്നെയാണ്. 4 വിധത്തിലുള്ള പെൻഷൻ ഈ ക്ഷേമനിധി ഇന്ന് കൊടുത്തുകൊണ്ടുവരുന്നു. അതിന് 60 വയസ്സ് കഴിഞ്ഞാൽ കിട്ടുന്ന പെൻഷൻ, ആ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെൻഷനായ ആള് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു സ്ത്രീ തൊഴിലാളി ക്ഷേമനിധി ചേർന്നു 60 വയസ്സ് വരെ പൈസ അടച്ചു, പെൻഷൻ പറ്റി. പെൻഷൻ പറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടാൽ സംസ്ഥാന പ്രസിഡന്റ് KA ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി M. ഗിരിജാദേവി, DCC അംഗം CN ശിവദാസൻ, മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ, NKNTU ജില്ലാ പ്രസിഡന്റ് V. ഉഷാകുമാരി, ജില്ലാ ജനറൽ സെക്രട്ടറി MP. ശോഭന, ജില്ലാ സെക്രട്ടറി K. സരോജിനി, അസംഘടിത തൊഴിലാളി സംസ്ഥാന സെക്രട്ടറി AC. പുഷ്പലത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ആനുകൂല്യങ്ങൾ കൂടുതൽ നേടിയെടുത്ത അംഗത്തിന് ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് ക്ഷേമനിധി ആനുകൂല്യങ്ങളെക്കുറിച്ച് ക്ലാസും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കരൾ രോഗം ബാധിച്ച് ചികിത്സയിലായ പിഞ്ചു ബാലൻ 3 വയസ്സുള്ള നിർവേദിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു നാട് മുഴുവൻ കൈകോർത്തു. പറളി, ഓടന്നൂർ, വലിയ പറമ്പിൽ നാരായണൻകുട്ടി നിത്യ ദമ്പതികളുടെ മകനായ നിർവേദിന് എപ്പറ്റോ സെല്ലുലാർ നിയോപ്ലാസം എന്ന അപൂർവ കരൾ ക്യാൻസർ രോഗം ബാധിച്ചതിനെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 40 ലക്ഷം രൂപ ചികിത്സയ്ക്കായി മാത്രം കാണേണ്ടതുണ്ട്. നിർധന കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഓടന്നൂർ വലിയ പറമ്പ് ഹോളി ബ്രദേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വിപുലമായി ബക്കറ്റ് പിരിവ് നടത്തി. കൊല്ലം കോട്ടുകുളം കളത്തിൽ ബ്രദേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ചും ഓടന്നൂർ ശ്രുതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഷൂട്ടൌട്ടും സംഘടിപ്പിച്ചു. ശനിയാഴ്ച ഓടന്നൂർ ജംഗ്ഷനിൽ വാഹനയാത്രക്കാരിൽ നിന്നും കളക്ഷൻ ശേഖരിച്ചിരുന്നു. വലിയ പറമ്പ് ഹോളി ബ്രദേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ബക്കറ്റ് കളക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് ഉദ്ഘാടനം ചെയ്തു. കീഴത്തൂർ മസ്ജിദ് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് KU താജുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ സലീം സഖാഫി, NP ഷാഹുൽ ഹമീദ്, ഷെയ്ഖ് മുജീബ് റഹ്മാൻ, ചന്ദ്രൻ, VV സുലൈമാൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി VAM യൂസഫ് മാസ്റ്റർ സ്വാഗതവും ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. ക്ലബ്ബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പറമ്പ്, അയ്യങ്കുളം, കീഴത്തൂർ, പെരുങ്കുളങ്കര തുടങ്ങിയ പ്രദേശങ്ങളാണ് ബക്കറ്റ് കളക്ഷൻ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ മഞ്ഞക്കാട് കോങ്കുന്നത്ത് ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഭഗവത് സേവ തുടങ്ങിയ വിശേഷ ചടങ്ങുകളും ഉണ്ടായിരുന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് കർക്കിടകം 30 ദിവസം നടത്തിവരുന്ന ആനയൂട്ടും മറ്റ് വിശേഷ പൂജകളും നടന്നത്. ക്ഷേത്രം തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ആനയൂട്ട് നടന്നത്. പ്രസിഡന്റ് രാമചന്ദ്രൻ, സെക്രട്ടറി രാധാകൃഷ്ണൻ, ട്രഷറർ KV രാജൻ എന്നിവർ നേതൃത്വം നൽകി. കോമന്നത്ത് ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാനുള്ള ചടങ്ങാണ് ഈ ആനയൂട്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭഗവതി സേവ. 23 വർഷമായി തുടർച്ചയായി പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം 23ാമത്തെ ആനയൂട്ടാണ് നടന്നത്.
ഞങ്ങൾക്ക് എല്ലാവരും സഹകരിച്ച് നാട്ടുകാരുടെ എല്ലാ സഹകരണങ്ങളുമാണ് ഇന്നത്തേതായ വളർച്ചയ്ക്ക് എല്ലാ കാരണങ്ങളിലും ഈ നാട്ടിലെ ഭക്തജനങ്ങളാണ്. അവർക്ക് ഞങ്ങളവിടെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ പരുത്തിപ്ര കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ തുടരുന്നു. ശനിയാഴ്ച ക്ഷേത്രത്തിൽ സംഗീതാർച്ചനയും രാമായണ പാരായണവും പ്രഭാഷണവും നടന്നു. ഷൊർണൂർ പരുത്തിപ്ര കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ദിവസവും വിവിധ പരിപാടികൾ നടന്നു വരികയാണ്. ഇതിൻ്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഗീതാർച്ചന അരങ്ങേറി. ഡോക്ടർ KM ധന്യയുടെ നേതൃത്വത്തിലായിരുന്നു സംഗീതാർച്ചന. നേരത്തെ രാമായണ പാരായണവും പ്രഭാഷണവും ഉണ്ടായിരുന്നു. PV ആര്യ, ഡോക്ടർ KP ശ്രീദേവി, TM ഉഷ എന്നിവർ രാമായണ പാരായണം നടത്തി. ഡോക്ടർ CM നീലകണ്ഠൻ രാമായണ സന്ദർശനത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. 23-ന് പരുത്തിപ്ര വൈഷ്ണവം ഗ്രൂപ്പിൻ്റെ പഞ്ചാരിമേളവും 24-ന് രാമായണ പദ്യഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാവ്യകളി എന്നിവയും നടക്കും. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും നടന്നു വരുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിലും കലാ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലും ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഹിസ്റ്ററി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ മാതാപിതാക്കൾ നിർബന്ധിച്ചു കൊണ്ടുപോയി ബയോളജി സയൻസ് പഠിപ്പിക്കാൻ ഇരുത്തിയാൽ അവനെ സംബന്ധിച്ച് ആ പരീക്ഷയിൽ പഠിച്ച് മുന്നോട്ട് പോകുന്നതിൽ പ്രയാസപ്പെടും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലെക്ചറർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ അതിനനുവദിക്കാതെ അവനെ ഉന്നത പഠനത്തിന് മറ്റ് സയൻസ് വിഷയങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചാൽ അവരവരുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടില്ല. അപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഡോക്ടർ ആകണമെന്ന്, എഞ്ചിനീയർ ആകണമെന്ന്, വക്കീലാകണമെന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ടാകും. പക്ഷേ നമുക്കത് ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീയേഷ് നരിപ്പറ്റ അധ്യക്ഷത വഹിച്ചു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഫിലിപ്പ് മുഖ്യാതിഥിയായി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ, മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശിവൻ വീട്ടിക്കുന്ന്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ, മുൻ KPCC മെമ്പർ NS വർഗീസ്, മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ മാസ്റ്റർ, INTUC മണ്ഡലം പ്രസിഡന്റ് MM നൌഷാദ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയശ്രീ, സുരേഷ് ശങ്കർ, വാർഡ് മെമ്പർമാരായ കണ്ണൻ, മൊഹിയുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗണേഷ് ആറ്റൂർ സ്വാഗതവും ശ്രീനി ബാലൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ എൻഡുറൻസ് അത്ലറ്റ്സ് ക്ലബ്ബ് മാസം തോറും സംഘടിപ്പിക്കുന്ന മാരത്തോൺ മുള്ളൂർക്കര മാസ് ക്ലബിന്റെ സഹകരണത്തോടെ ഇരുനിലംകോട് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ച ശേഷം 10 കിലോമീറ്റർ കൂട്ടയോട്ടത്തിലും പങ്കെടുത്തു. മെമ്പേഴ്സ്, പിന്നെ മാസ് ക്ലബിന്റെ മെമ്പേഴ്സ്, പിന്നെ ഇരുനിലംകോടിലെ പ്രിയപ്പെട്ട നാട്ടുകാർ എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ നമ്മുടെ നാട്ടുകാർക്കും ഓർഗനൈസേഴ്സിനും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇതുപോലത്തെ ഭംഗിയായിട്ടുള്ള ഒരു റൂട്ടിൽ കൂടെ ഒരു നല്ലൊരു റൺ ഓർഗനൈസ് ചെയ്തത്. കാരണം നല്ലൊരു ഭംഗിയായിട്ടുള്ള റൂട്ടാണ്. നമ്മൾ ഏകദേശം 1 മണിക്കൂറിൽ പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ 8 മണിക്ക് ഫണ്ട് റണ്ണും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാ സ്ഥലത്തേക്കും പതുക്കെ ഓരോ സ്ഥലം നിന്ന് വെള്ളച്ചാട്ടം കണ്ട് പിന്നെ ചെക്ക് ഡാം കണ്ട് മേളിൽ പാറയിൽ കയറിയിട്ട് തിരിച്ചമ്പലത്തിൽ കൂടെ തിരിച്ചിറങ്ങി വന്നത്. ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ പതുക്കെ എല്ലാ സ്ഥലത്തും നിന്നിട്ട് എൻജോയ് ചെയ്തിട്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെ ആണ് എല്ലാ റണ്ണേഴ്സും ഓടിയത്. ഏകദേശം പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത്, വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ, മാസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രണവ്, ട്രഷറർ സുബിൻ, ക്ലബ്ബ് പ്രതിനിധി ഉണ്ണികൃഷ്ണൻ, KB എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വേദ ഗ്രൂപ്പ് ഇരുനിലംകോടും പരിപാടിയിൽ പങ്കെടുത്ത മുതിർന്ന അംഗങ്ങൾക്ക് സമ്മാനം സ്പോൺസർ ചെയ്തു. മെഡ്സ്റ്റാർ മുള്ളൂർക്കരയും മെഡിക്കൽ സപ്പോർട്ട് നൽകി. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും യുവാക്കളെയും മറ്റും സംരക്ഷിക്കുകയും കായികക്ഷമതയും ആരോഗ്യവും നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൂട്ടയോട്ടം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പരുത്തിപ്പുള്ളി പെരുവല ശ്രീ പൂതിരി ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അഭിനന്ദനം 2025 സംഘടിപ്പിച്ചു. SSLC +2, അബാക്കസ്, LLB, MBBS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്നതിനായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു.
ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ തുളസീദാസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA AV ഗോപിനാഥ് മുഖ്യാതിഥിയായി. ആ കാലഘട്ടത്തിൽ ഭഗവതിയെ തൊഴുകാൻ മദ്യപാനി ഉണ്ടാകും, അതല്ലെങ്കിൽ തൊട്ടുകൂടാത്തവരുണ്ടാകും, എല്ലാവരും ക്ഷേത്രത്തിൽ പ്രവേശനമില്ലാത്തവരുണ്ടാകും. ഇപ്പൊ സുശീൽ ചേച്ചിയോട് പറഞ്ഞു എനിക്ക് പെലയാണ് വർഷങ്ങൾ ഞാൻ പുറത്തില്ലാത്തത്. ആ കാലഘട്ടത്തിൽ അതുണ്ടോ ഇല്ലേ നോക്കാനുള്ള അവകാശങ്ങളുണ്ടായിരുന്നു. ഈ പൂതിരി പകുതി കുറെ കല്ലിന്റെ അകത്ത് ഇരുന്ന് നോക്കാതെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റ് അംഗങ്ങളായ KU അച്യുതൻ നായർ, KU ശ്രീനിവാസൻ, പുഷ്പലത, സുശീല ടീച്ചർ, കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ P മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി VS നാരായണൻ സ്വാഗതവും ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൊല്ലം കടയ്ക്കലിൽ നടന്ന അഗ്രിഫെസ്റ്റ് 2025 ഫോട്ടോഗ്രാഫിയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ മണി ചെറുതുരുത്തിയെ ആദരിച്ചു. STV ചെറുതുരുത്തി ബ്യൂറോ റിപ്പോർട്ടർ കൂടിയാണ് മണി ചെറുതുരുത്തി. വടക്കാഞ്ചേരി മംഗലം അമ്മാട്ടിക്കുളം ഭാഗത്ത് കാട്ടുപൂച്ചയെ വാഹനമിടിച്ചു ചത്ത നിലയിൽ കണ്ടെത്തി. രാവിലെ പ്രഭാത സവാരിക്കിറങ്ങിയ നാട്ടുകാരാണ് പൂച്ചയുടെ ജഡം കണ്ടത്. രാത്രി റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ വാഹനമിടിച്ചതാകാമെന്നാണ് നിഗമനം. വാഴാനി വനം സ്റ്റേഷൻ അധികൃതർ മേൽനടപടികൾ സ്വീകരിച്ചു. വയോജനങ്ങൾക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും സ്വന്തം ചെലവിൽ വിനോദയാത്ര ഒരുക്കി മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 5, 10 വാർഡുകളിൽ നിന്നായി 150 പേർക്കാണ് വിനോദയാത്ര ഒരുക്കിയത്. ഞായറാഴ്ച രാവിലെ 6 മണിക്ക് മണ്ണൂരിൽ നിന്നും പുറപ്പെട്ട വിനോദയാത്രാ സംഘം മെട്രോ, ലുലു മാൾ, തൃപ്പൂണിത്തുറ പാലസ്, മറൈൻ ഡ്രൈവ്, കായൽ ബോട്ട് യാത്ര എന്നിവ നടത്തി. തന്റെ വാർഡുകളിലെ വയോജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് ഇതോടെ നടപ്പിലാക്കിയതെന്ന് പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് പറഞ്ഞു. രാത്രിയോടെ സംഘം തിരിച്ചെത്തി. ഇവർക്ക് വേണ്ട ഭക്ഷണ സൗകര്യങ്ങളടക്കം ഒരുക്കിയിരുന്നു. മുഴുവൻ ചിലവുകളും പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖാണ് വഹിച്ചത്. 5-ാം വാർഡിലെയും അതുപോലെ തന്നെ 10-ാം വാർഡിലെയും പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാർ, നമ്മുടെ അമ്മമാർ, അവരുമായി ഒരു വിനോദയാത്ര പോകണമെന്ന് കുറേ കാലങ്ങളായി നമ്മൾ ആഗ്രഹിക്കുകയാണ്. അവരോട് പറഞ്ഞതാണ് നമ്മൾ. അത് പൂർത്തീകരിക്കലും അവരുടെ സന്തോഷത്തിൽ നമ്മൾ കൂടെയുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസവും അവരുടെ കൂടെ കൂടുതൽ കരുത്തോടുകൂടി അവരുടെ കൂടെയുണ്ടാവും. എല്ലാ വിഷയങ്ങളിലും അവരുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഉണ്ടാകുമെന്നുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടതാണ് ഇതുപോലൊരു വിനോദയാത്ര പോകുന്നത്. യാത്ര ഏറെ ആസ്വാദികരമായെന്ന് ഏവരും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മാറ്റുലി. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വിവിധ വകുപ്പുകളുടെ അനാസ്ഥ വ്യക്തമായിട്ടും നടപടി ഹെഡ്മിസ്ട്രസിൻ്റെ സസ്പെൻഷനിൽ ഒതുങ്ങിയിരിക്കുന്നു. ഹെഡ്മിസ്ട്രസിനെ സർക്കാരും മാനേജ്മെൻറ്റും ബലിയാടാക്കുകയാണെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. നിങ്ങൾ എന്തു കരുതുന്നു? മാറ്റുലിയിലേക്ക്. കുട്ടി മരിക്കാനുള്ള സംഭവം നമ്മളെ വളരെയേറെ വിഷമിപ്പിച്ചു. ഇനി ഉണ്ടാകാതെ നമുക്കെല്ലാവർക്കും നോക്കണം. പിന്നെ അതിൻ്റെ പേരിൽ സർക്കാരിൻ്റെ നടപടികൾ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു. വീട് മോശപ്പെട്ട വീടാണെന്ന് അത് എത്രയും പെട്ടെന്ന് കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ വൈദ്യുതി മന്ത്രി 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്തൊക്കെ ആയാലും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഇതിപ്പോൾ സ്കൂളിൻ്റെ പിന്നെ KCBൻ്റെ കുറ്റം കൊണ്ട് മാത്രമല്ല, ഏത് ഭാഗത്തുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. കൊല്ലം തേവലക്കരയിൽ നടന്ന സംഭവത്തിൽ സ്കൂളിലെ പ്രധാന അധ്യാപികയുടെ മേൽ മാത്രം കുറ്റം ചുമത്തിക്കൊണ്ട് അവർക്കെതിരെ നടപടി എടുത്തിരിക്കുകയാണ്. എന്നാൽ അവർ മാത്രമല്ല ഇതിന് കുറ്റക്കാർ. ഇത്രയധികം താഴ്ന്നൊരു ലൈൻ കമ്പി അതിലെ പോകുന്നത് കണ്ടിട്ടും അവിടെ ഒരു ഇത്തരത്തിലുള്ള ഷെഡിന് നിർമ്മാണ പ്രവർത്തനം നടത്തിയ സ്കൂളിന്റെ മാനേജ്മെന്റ്, സ്കൂളിന്റെ PTA, സ്കൂളിലെ ആ സമയത്തുണ്ടായിരുന്ന പ്രധാന അധ്യാപകർ, അവരെല്ലാം ഇതിന് കുറ്റക്കാരാണ്. അതോടൊപ്പം തന്നെ ഇപ്രകാരം ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതി നൽകിയ വകുപ്പ്, ആ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അതിന് കുറ്റക്കാരാണ്. അതിലുപരി KSCBയുടെ ഭാഗത്തു നിന്ന് വൻ വീഴ്ചയാണ് വന്നിരിക്കുന്നത്. ഇത്രയും അധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഇത്രയധികം അകലങ്ങളൊന്നും പാലിക്കാതെ ഇപ്രകാരം ഒരു ഷെഡ് നിൽക്കുന്നത് കണ്ടിട്ടും ആയതിനെതിരെ യാതൊരു നടപടി സ്വീകരിക്കാതിരുന്ന KSCBയുടെ ഭാഗത്തു നിന്ന് വൻ വീഴ്ചയാണ് വന്നിരിക്കുന്നത്. കുട്ടിയുടെ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം നിമിഷങ്ങൾക്കകം അവരെ ലൈൻ കമ്പി മാറ്റി സ്ഥാപിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ മുൻപേ എടുത്തിരുന്നെങ്കിൽ ഇപ്രകാരം ഒരു ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആളുകൾ AEO പോലെയുള്ളവർ
എന്തായാലും എല്ലാ സ്കൂളിലും എല്ലാ വർഷവും സന്ദർശിക്കുന്നതാണ്. അവരുടെ ഭാഗത്തു നിന്നൊന്നും ഇപ്രകാരം ഈ ഒരു ഷെഡ് ഇവിടെ നിൽക്കുന്നതും ഈ ലൈൻ കമ്പി താഴ്ന്നു കിടക്കുന്നതൊന്നും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം അത്ഭുതമാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനാധ്യാപികയും കുറ്റക്കാരി തന്നെയാണ്. കാരണം അവർക്ക് ഇപ്രകാരം ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ സുരക്ഷ എന്ന് പറഞ്ഞാൽ അവരുടെ കൈകളിലാണ് അതിരിക്കുന്നത്. അവരത് മാറ്റാനുള്ള നടപടി അവർ സ്വീകരിക്കേണ്ടതെന്ന് അവരും ഇത് സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മാത്രമല്ല, ഈ പറഞ്ഞ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഇതിന് കുറ്റക്കാരാണ്. പാലക്കാട് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി UDF. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പാലക്കാട്ട് പ്രവർത്തക യോഗം. നഗരസഭാ ഭരണം BJPയിൽ നിന്ന് തിരിച്ചുപിടിക്കുക മുഖ്യ ലക്ഷ്യമെന്ന് മുന്നണി നേതാക്കൾ. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ജില്ലയിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും UDFന് അധികാരത്തിലെത്താൻ കഴിയുമെന്ന് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. വാടനാംകുറിശ്ശിയിൽ യാത്രാ ദുരിതം തുടരും. ROB സർവീസ് റോഡുകളുടെ നിർമ്മാണം പാതിവഴിയിൽ. 10 നാൾ കൂടി ഗതാഗത നിരോധനം. കനത്ത മഴയിൽ ഗ്രാമീണ റോഡുകൾ തകർച്ചയിൽ. പൂർണ്ണ തകർച്ചയിലായ ലക്കിടി ഗുരുതിയാംപറമ്പ് റോഡിൽ വാഴനട്ട് വെൽഫെയർ പാർട്ടി. വയോധികയുടെ പരാതിയിൽ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചില്ല. ഷൊർണൂരിൽ വയോധികയും മകളും താമസിക്കുന്ന വീടിനോട് ചേർന്നുള്ള പാർശ്വഭിത്തികൾ 15 അടി താഴ്ചയിലേക്ക് ഇടിഞ്ഞിറങ്ങി. തൊട്ടടുത്ത സ്വകാര്യ സ്ഥലത്തെ മണ്ണെടുപ്പും പാറപൊട്ടിക്കലും വീടിന് ഭീഷണിയെന്ന് കാണിച്ച് വയോധിക റവന്യൂ അധികാരികൾക്ക് പരാതി നൽകിയത് 1 വർഷം മുമ്പ്. വീടിന്റെ നിലനിൽപ്പും ഭീഷണിയിൽ. സർക്കാർ നേട്ടങ്ങൾ സ്വന്തം പോക്കറ്റിലാക്കുന്ന CPM ശൈലിക്കെതിരെ CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. സർക്കാർ നയങ്ങൾ കർഷകരെയും ജീവനക്കാരെയും ശത്രുപക്ഷത്താക്കുന്നു. സമരങ്ങളോടുള്ള സർക്കാർ സമീപനത്തിൽ മാറ്റമുണ്ടാകണമെന്നും പ്രതിനിധികൾ. ദേശീയപാത തകർച്ചയ്ക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. കുഴി പ്രശ്നത്തിൽ PWD NH വ്യത്യാസമില്ലാതെ പ്രതിഷേധിക്കും. തൃശൂർ കോർപ്പറേഷൻ റോഡിലെ കുഴികൾ അടച്ചില്ലെങ്കിൽ മേയറെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും B. ഗോപാലകൃഷ്ണൻ. രാമായണ മാസാചരണ പരിപാടികൾ തുടരുന്നു. രാമായണ പുണ്യം ചൊരിഞ്ഞ് ക്ഷേത്രങ്ങളിൽ വിശേഷ പരിപാടികൾ. ഷൊർണൂർ മഞ്ഞക്കാട് ബലഭദ്രദേവി ക്ഷേത്രത്തിലെ ആനയൂട്ട് ഭക്തി നിർഭരമായി. പരുത്തിപ്പറ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിശേഷ പരിപാടികൾ തുടരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.